നമസ്കാരം, എല്ലാവർക്കും CAD ഓൺലൈൻ മലയാളത്തിലേക്ക് സ്വാഗതം. സോ അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഒരു കമാൻഡാണ്. സോ അപ്പോൾ എന്താണ് എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ ഒരു കമാൻഡിൻ്റെ ഒരു യൂസ്? അപ്പോൾ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു 3D മോഡൽ ക്രിയേറ്റ് ചെയ്യുക, അതിനാണ് നമ്മൾ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 3D മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ എക്സ്ട്രൂഡ് കമാൻഡ് വെച്ചിട്ട് നമുക്കതിലൊരു 3D സോളിഡും ക്രിയേറ്റ് ചെയ്യാം, ആസ് വെൽ ആസ് 3D ഒരു സർഫസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന പ്രൊഫൈൽ, ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്ന ഒരു റെക്റ്റാങ്കിളാണ്. അപ്പോൾ അതൊരു ക്ലോസ്ഡ് ഏരിയ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്കൊരു 3D സോളിഡായിട്ട് കൺവേർട്ട് ചെയ്യാം. അതല്ലത് വിത്ത് ഓപ്പൺ എൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കും, അത് എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു സർഫസ് ആയിട്ടായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതാണ് മെയിനായിട്ടുള്ളൊരു ഡിഫറൻസ്. ഇപ്പോൾ ഞാനിവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചു, സെയിം ടൈം ഞാനൊരു ലൈൻ എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പോളി ലൈൻ എടുത്തിട്ട് ഞാൻ ഇതുപോലെ ക്ലോസ് ചെയ്യുന്നില്ല, ജസ്റ്റ് വിത്ത് ഓപ്പൺ എൻഡ്സ് ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചോളൂ. അപ്പോൾ ഇതിനെ ഞാൻ എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ഒരു സർഫസ് ആയിരിക്കും. ഇതിനെ എക്സ്ട്രൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇതൊരു സോളിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ്ട്രൂഡ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമാൻഡ് ഇനീഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് എൻ്റെ പാത്ത് വന്നിട്ട് ഡ്രോയിൽ മോഡലിങ്ങിൽ എക്സ്ട്രൂഡ്, ഇതാണ് എൻ്റെ ഒരു പാത്ത് വരുന്നത്. ഓക്കെ, ഇത് അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ മോഡലിംഗ് എന്ന് പറഞ്ഞ പാനലിലൂടെ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞ കമാൻഡ് ഉണ്ട്, ഇതിൽ പിക്ക് ചെയ്യാം. ഇതും അല്ലെങ്കിൽ നമുക്ക് EXT എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഷോർട്ട് കീ. അപ്പോൾ നമുക്ക് EXT എന്ന് സെലക്ട് ചെയ്യാം, എൻ്റർ ചെയ്യാം. സോ ഞാൻ എക്സ്ട്രൂഷൻ, ഞാൻ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, അല്ലെങ്കിൽ സെലക്ഷൻ കഴിഞ്ഞ് ഞാനിതിനെ എൻ്റർ ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എത്രയാണ് ഹൈറ്റ്. സോ സ്പെസിഫൈ ഹൈറ്റ് ഓഫ് എക്സ്ട്രൂഷൻ. സോ ഞാനിതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു 100 ഇൻപുട്ട് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് 100 ഹൈറ്റ് ആയിട്ടുള്ള ഒരു 3D സോളിഡ്, ദാറ്റ് മീൻസ് ഓൾറെഡി നമ്മൾ ബേസ് നമ്മൾ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ലെങ്ത്തും വിഡ്ത്തും ഓൾറെഡി ഇവിടെ അണ്ടർസ്റ്റുഡ് ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ഞാൻ ഇതൊരു ഹൈറ്റ് 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്കൊരു സോളിഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് സെയിം മെത്തേഡിൽ തന്നെ ഞാൻ എക്സ്ട്രൂഡ്, ഞാൻ ഈ ഒരു ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുകയാണ് വിത്ത് ഓപ്പൺ എൻഡ്സ്. ദെൻ അതിൻ്റെ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് 50 എൻ്റർ ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒരു വിഷ്വൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പാത്ത് വരുന്ന വ്യൂവിൽ നമുക്കിവിടെ വിഷ്വൽ സ്റ്റൈലുണ്ട്. അപ്പോൾ വിഷ്വൽ സ്റ്റൈലിൽ നമുക്ക് എന്ത് ചെയ്യാം, ഐദർ റിയലിസ്റ്റിക്കോ അല്ലെങ്കിൽ നമുക്ക് കോൺസെപ്ഷലോ നമുക്ക് സെലക്ട് ചെയ്യാം. സോ ഞാൻ അല്ലെങ്കിൽ ഷെയ്ഡഡ്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു കോൺസെപ്ഷൽ എന്ന് പറഞ്ഞൊരു സ്റ്റൈൽ ഞാൻ അവിടെ സെലക്ട് ചെയ്യുകയാണ്. ഉണ്ടോ, അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ, അതിൽ നമുക്ക് ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു സർഫസ് ആണ്, സെയിം ടൈം ഇത് വന്നിട്ടൊരു സോളിഡാണ്. അപ്പോൾ ഇത് സോളിഡ് ആണെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ ഒന്ന് പ്രൂവൺ ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഇതിനൊന്ന് കട്ട് ചെയ്തൊന്ന് കാണിക്കാം. ഓക്കെ, സോ അപ്പോൾ അത് എന്നൊരു YZ പ്ലെയിനിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുകയാണ്. YZ പ്ലെയിൻ ഉണ്ടോ, ഞാൻ ജസ്റ്റ് നമ്മൾ നീക്കി വെച്ചു. ഓക്കെ, അതൊരു സോളിഡ് തന്നെയാണ്. അതേസമയം ഇത് വന്നിട്ട് നമുക്കൊരു സർഫസ് ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ 3D സോളിഡായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇനി എനിക്ക് എൻ്റെ വിഷ്വൽ സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം, ഇനി എനിക്ക് എന്താ പറയുക 2D വയർ ഫ്രെയിം ആക്കണമെങ്കിൽ വയർ ഫ്രെയിം ആക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു വയർ ഫ്രെയിം മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു സോളിഡിൻ്റെ. ഓക്കെ, ഇനി ഈ എക്സ്ട്രൂഷൻ തന്നെ നമുക്ക് ഇതുള്ളൊരു ക്ലോസ്ഡ് ഷേപ്പാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന വേറൊരു ഷോർട്ട് കീ എന്ന് പറയുന്നത് പ്രസ് പുൾ കമാൻഡ് എന്ന് പറയും. ഇതാണ് എൻ്റെ ഒരു പ്രസ് പുൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇവിടെ പ്രസ് പുൾ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രസ് പുൾ എടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ ഒരു ഇന്നർ ഏരിയയിൽ നമ്മളൊരു ഇന്നർ സ്പേസിൽ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്താൽ മതി. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒരു ഹൈറ്റ് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഹൈറ്റ് കൊടുക്കാനായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് എത്രയാണ് ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹൈറ്റ് നമുക്കിവിടെ ഇൻപുട്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ നമുക്ക് പ്രസ് പുൾ ചെയ്യാനുള്ള ആ ഒരു കമാൻഡിൻ്റെ ഷോർട്ട് കീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ദെൻ ഷിഫ്റ്റ് ദെൻ E, ദെൻ ഇതിൻ്റെ ഇന്നറിൽ നമ്മൾ പിക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇന്നറിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യാൻ മതി. അപ്പോൾ ഒന്നുകൂടി പറയാം, കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് E. ഓക്കെ, ജസ്റ്റ് പിക്ക് ചെയ്യാം, ദെൻ ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. എക്സാക്ട്ലി നിങ്ങൾക്ക് അതിൻ്റെ ഹൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഹൈറ്റ് ഇവിടെ ഇൻപുട്ട് ചെയ്യാം. അപ്പോൾ 30 ഹൈറ്റിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്കൊരു സോളിഡ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ സോളിഡായിട്ട് വിസിബിൾ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഷെയ്ഡഡ് മോഡോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒരു കോൺസെപ്ഷലോ അല്ലെങ്കിൽ ഷെയ്ഡ് വിത്ത് എഡ്ജസോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, ഒരു സോളിഡ് നമുക്കിവിടെ 3D സോളിഡ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനാണ് നമ്മളിവിടെ എക്സ്ട്രൂഡ് എന്ന് പറഞ്ഞൊരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒത്തിരി സോളിഡ്സ് ഞങ്ങൾക്ക് സ്കെച്ച് ചെയ്യാൻ മീൻസ് മോഡൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫർദർ ക്ലാസ്സസിൽ നമ്മൾ അതിൻ്റെ ഒരു പ്രാക്ടീസും കൂടി നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിവേ ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നന്ദി.